ഡൽഹിയിൽ PB യോഗത്തിൽ പങ്കെടുത്ത് തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്താൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയന് തിരികെ എത്താനായി കഴിഞ്ഞില്ല. തിരികെ എത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഏകദേശം 5 മണിക്കൂറോളം ഒരു മുറിക്കുള്ളിൽ ഒരൊറ്റ ഇരിപ്പിരിക്കേണ്ടി വന്നു. പിണറായി വിജയന്റെ ഡൽഹിയിൽ നിന്നുള്ള വിമാനയാത്ര മുടങ്ങിയ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു കണ്ടത്. എന്നാൽ അതിൽ ഗുരുതരമായ ചില ചട്ടലംഘനം കൂടി നടന്നിരിക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരള ഹൗസിലെ പ്രോട്ടോകോൾ വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ കടുത്ത നടപടി സ്വീകരിക്കാനാണ്, അച്ചടക്ക നടപടിക്കുള്ള ഒരു സാധ്യത തന്നെയാണ് ഉയർന്നു വരുന്നത്. ഗുരുതരമായ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും അഡീഷണൽ റെസിഡന്റ് കമ്മീഷൻ ഇന്നലെ തന്നെ അടിയന്തരമായി വിശദീകരണവും തേടിയിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലെ AKG ഭവനിൽ നടന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഇന്നലെയായിരുന്നു പിണറായി വിജയൻ കോഴിക്കോട്ടേക്ക് മടങ്ങിയെത്താനിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:50 വിമാനത്തിൽ യാത്ര ചെയ്യാൻ അദ്ദേഹം സമയത്തിന് മുന്നേ തന്നെ ഡൽഹി വിമാനത്താവളത്തിലെത്തിയിരുന്നു. പക്ഷേ നിശ്ചിത വിമാനത്തിൽ കയറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തെ കയറ്റാതെ വിമാനം പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് VIP ലോഞ്ചിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവിനെ ബോർഡിംഗ് സമയത്ത് സാധാരണഗതിയിൽ വിമാന കമ്പനിയുടെ അധികൃതരാണ് വന്ന് ബന്ധപ്പെടാറുള്ളത്. വിമാനമെടുക്കുന്നതിന് തൊട്ട് മുന്നായി തന്നെയാണ് ഇത്തരത്തിലുള്ള VIPമാരെയും VVIPമാരെയും വിമാനത്തിലേക്ക് കയറ്റാറുള്ളത്. പക്ഷേ ബോർഡിങ്ങിനായി പ്രതിപക്ഷ നേതാവിനെ വിമാന കമ്പനി അധികൃതർ സമീപിച്ചില്ല. ഇതുതന്നെയായിരുന്നു ആശയക്കുഴപ്പത്തിന് കാരണമായത്. എന്തായിരുന്നാലും ഈ സംഭവത്തെ തുടർന്ന് മണിക്കൂറുകളോളമായിരുന്നു വിമാനത്താവളത്തിൽ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന് കാത്തിരിക്കേണ്ടി വന്നത്. പിന്നീട് രാത്രി 7:10 മറ്റൊരു വിമാനത്തിലാണ് കോഴിക്കോട്ടേക്ക് മടങ്ങിയത്. സംഭവത്തിന് പിറകെ തന്നെ കേരള ഹൗസിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ വിശദീകരണം തേടിയിരുന്നു. പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ പ്രോട്ടോകോൾ വിഭാഗത്തിന് ഏകോപന പിഴവ് സംഭവിച്ചു. ഏകോപനത്തിലുണ്ടായ വീഴ്ച തന്നെയാണ് ഇതിന് കാരണമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് സർക്കാർ സാധ്യത പരിശോധിക്കുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ അടക്കം ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയമൊക്കെ തന്നെ നമുക്ക് മാറ്റിവെക്കാം. ഒരു പ്രതിപക്ഷ നേതാവിന് ഇത്തരമൊരു സംഭവം, ഒരു സമീപനം ഉണ്ടായെങ്കിൽ അത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ്. അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വ്യക്തിയാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. അത്തരമൊരു വ്യക്തിയുടെ യാത്രയിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾ നടപടികൾ ഉണ്ടായിരിക്കുന്ന വീഴ്ച അത് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിൽ, പൊതുമണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. വിമാന കമ്പനിയുമായി മുൻകൂട്ടി ബന്ധപ്പെടുകയും ബോർഡിംഗ് നടപടികൾ ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടത് പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ചുമതലയാണ്. വിമാനത്താവളത്തിൽ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിൽ പോലും വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപന കുറവ് തന്നെ ആയിരിക്കും ഈ പ്രശ്നത്തിന് കാരണമെന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. സംഭവത്തിൽ എന്തു തന്നെയായിരുന്നാലും ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം സർക്കാർ തലത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇനി അതുണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതേസമയം ഈ സംഭവത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതുവരെയും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. കേരള ഹൗസിലെ പ്രോട്ടോകോൾ സംവിധാനത്തിൽ കൂടുതൽ കാര്യക്ഷമമായ ഏകോപനം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവത്തിന് പിന്നാലെ വീണ്ടും ചർച്ചയായി മാറുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.